ഹായ് ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാരായ നിങ്ങൾക്ക് തുടക്കത്തിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആകും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു കിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ടുകൾ കാണും. കുറഞ്ഞ വിലയിൽ മെറ്റീരിയൽ എവിടെ കിട്ടും, വില എത്ര എന്നൊക്കെ ഉള്ളൊരു ഓരോരുത്തർക്കും ഓരോ ഡൗട്ടാണ്. ആദ്യകാലങ്ങളിൽ എനിക്കും ഉണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാനൊക്കെ അന്നൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽ കിട്ടാനായിട്ട് ഒരുപാട് അന്വേഷിച്ച്, ഇതുപോലെ കിറ്റൊക്കെ ആണെങ്കിലും അന്ന് ഒരുപാട് വിലയായിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച കിറ്റ് എന്ന് പറയുമ്പോൾ 500 രൂപ. അതുപോലത്തെ എമൗണ്ടിലുള്ള കിറ്റുകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴുള്ള തുടക്കക്കാർക്കൊക്കെ കുറഞ്ഞ വിലയിൽ തന്നെ മെറ്റീരിയൽ വാങ്ങിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വയർ ബോ വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ മാത്രമേ എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ വയർ ബോ ആണ്. വയർ ബോ 10 എണ്ണമാണ് വരുന്നത്. ഈ ഒരു ടൈപ്പ് വയർ ബോ ആണ് വരുന്നത്. ഇത് 10 ബോ ആണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഉള്ള ഗ്ലിറ്റർ ട്യൂബ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഞാൻ 5 കളറ് ഗ്ലിറ്റർ ട്യൂബ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ള അളവിനുള്ളതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 എണ്ണമാണ് ഈ ഒരു ടൈപ്പ് ഈ ഒരു സൈസില് ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുള്ള് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് ഈ ഒരു ബോ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു അളവിലുള്ള ഗ്ലിറ്റർ ട്യൂബാണ് നമുക്ക് ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ്. എല്ലാം നല്ല കളർഫുൾ ആയിട്ട്, അതായത് മറ്റുള്ളവരൊക്കെ ആകർഷിക്കുന്ന, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള കളറുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്ത് അവർക്ക് സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ അങ്ങനെ ഉണ്ടാക്കി ഹെയർ ബാൻഡ് ഒക്കെ മേക്ക് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കളറാണ്. അങ്ങനെ 5 കളറാണ്, ഈ ഒരു 3 കളർ, അങ്ങനെ ഇങ്ങനെ 5 കളറാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു 5 കളറ് ഗ്ലിറ്റർ ട്യൂബാണ് ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു കിറ്റാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഇതിനൊക്കെ ഇടാനായിട്ട് എൻഡ് ബീഡ്സ് ആണ്. എൻഡ് ബീഡ്സ് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് അതിന്റെ എൻഡ് ഭാഗത്തായിട്ട് ഈ ഒരു ബീഡ്സ് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഹെയർ ബാൻഡ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് തന്നെ. പിന്നെ കൂടാതെ നമുക്ക് ബീഡ്സ് വെച്ചിട്ടും ഈ ഒരു എൻഡ് ടേപ്പ് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പം ഈ 2 ബീഡ്സ് കൊണ്ടും നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് ഹെയർ ബാൻഡ് ചെയ്യുന്നതിനൊക്കെയും എൻഡ് ബീഡ്സ് ഈ ഒരു ടൈപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിന് കണക്കൂട്ടി 10 ഗ്രാമാണ് എൻഡ് ബീഡ്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ട്, കാരണം പിന്നെ നമുക്ക് ഹെയർ ബാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും ചെയ്യാനുള്ള എൻഡ് ബീഡ്സ് ഈ ഒരു കിറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു എൻഡ് ബീഡ്സ് 10 ഗ്രാമാണ് ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് ബട്ടർ ബീഡ്സ് ആണ്, ബട്ടർഫ്ലൈ ബീഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സും 10 ഗ്രാം, എല്ലാം 10 ഗ്രാം വെച്ചിട്ടാണ് ബീഡ്സുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ എൻഡ് ഭാഗത്ത് ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് ഇടുമ്പോൾ ഈ ഒരു ടൈപ്പ് വൈറ്റ് ബീഡ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമ്മളിങ്ങനെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ, തുടക്കക്കാരായ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ കാണും. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു 2 ബീഡ്സ് ഇട്ട് കാണിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തു. ഇതിന് മേലോട്ടൊക്കെ നമ്മൾ ഈ ഒരു കുഞ്ഞു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബീഡ്സ് ആദ്യം ഫസ്റ്റ് ഇടുവാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ബീഡ്സ് ഇതിന്റെ നടുക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇത് വ്യത്യാസം. പക്ഷെ നമ്മൾ ഈ ഒരു കുഞ്ഞു ബീഡ്സ് ഇടാതെ തന്നെ ഇത് തന്നെ ചെയ്തെടുക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് നമുക്ക് കണ്ടോ, ഈ ഒരു സ്പേസ് വരുമ്പോൾ നമുക്ക് അത്ര ഭംഗിയായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു ബീഡ്സ് വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ ബീഡ്സ് എപ്പോഴും വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോ ഈ ഒരു കിറ്റിൽ നിങ്ങൾ വേറൊരു കിറ്റാണ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക.
ഇതുപോലത്തെ ഒരു കുഞ്ഞു ബീഡ്സുകളൊക്കെ നമ്മൾ ഈ ഇതുപോലത്തെ ഹെയർ ബാൻഡ് ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ വലിയ ബീഡ്സ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതൊരു ചെറിയ ബീഡ്സ് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഭംഗിയാണ്. കാരണം ആ വൈറ്റ് ബീഡ്സിന്റെ ഭംഗി അല്ല സോറി ഒരു വലിയ ബീഡ്സിന്റെ ഭംഗി എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞൊരു ബീഡ്സ് എടുക്കുക. അത് ഗോൾഡിന്റെ ആണെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, വൈറ്റ് ഇടുകയാണെങ്കിലും നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈയുടെ കൂടത്തിലാണെങ്കിലും ഈ ഒരു ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കിറ്റിൽ ഞാൻ ആ ഒരു ബീഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു ഹെയർ ബാൻഡ് ഒക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബീഡ്സും 10 ഗ്രാം ആണ് വരുന്ന വൈറ്റ് ബീഡ്സ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ബീഡ്സ് ആണ്. ഈ ഒരു ഗ്ലാസ് ബീഡ്സും വളരെ നല്ലതാണ്, നമുക്ക് ഹെയർ ബാൻഡ് ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ പകുതി കണ്ടിങ്ങനെ വെച്ചിട്ട് ബാക്കി ഈ ഒരു ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ഗ്ലിറ്റർ ട്യൂബ് ഈ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗത്തായിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഇട്ട ശേഷം കുറച്ച് ബീഡ്സുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് ഈ ഒരു ബീഡ്സ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മളിപ്പം ഈ ഒരു ബീഡ്സിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു ബീഡ്സ് ഇടുമ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞ് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബീഡ്സ് ഇടുമ്പോൾ ഈ ഒരു സ്പേസർ, ഇതിന് സ്പേസർ എന്നാണ് പറയുന്നത്, നമ്മൾ അതിന്റെ നടുവിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഞാനിത് കാണിച്ചു തരാം. നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ടൈപ്പ് ഒക്കെ ചിലപ്പം ഒരു പക്ഷെ നിങ്ങളത് തുടക്കക്കാരായി നിങ്ങൾക്കത് കണ്ടു കാണാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 ബീഡ്സ് ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ ഈ ഒരു ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ എൻഡ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അതൊക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതെ പോകുന്നത്. ഇതുപോലെ എൻഡ് ബീഡ്സ് ഫസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്പേസർ, ഈ ഒരു സാധനം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് നമുക്ക് മാല ഇതുപോലെ തന്നെ ചെയ്യാം. മാലയുടെ ഗിയർ വെയറിലാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇട്ട ശേഷം നമ്മളിങ്ങനെ ഈ ഒരു സ്പേസർ ഇട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത ബീഡ്സ് ഇങ്ങനെ കോർത്ത് ഇത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഈ ഒരു 2 വെച്ചിട്ട് നല്ലൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. ഇതേ സെയിം തന്നെ മാലയും അതേപോലെ കമ്മലും ഉണ്ടാക്കാൻ സാധിക്കും. കമ്മൽ ഉണ്ടാക്കുന്നതും കമ്മലിന്റെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അത് കിറ്റിലില്ലാത്തതാണ്. ഈ ഒരു സാധനം ഞാൻ കിറ്റിൽ ഇട്ടിട്ടില്ല. എന്നാലും ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ ഈ ഒരു സാധനം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിന്റെ പേരെന്ന് പറയുന്നത് ഹെഡ് പിൻ. ഇതാണ് ഹെഡ് പിൻ. ഹെഡ് പിന്ന് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കും. നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ എൻഡ് ഭാഗത്തുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇട്ടാൽ ഇങ്ങനെ പോരത്തൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്പേസർ ഇങ്ങനെ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ അടുത്ത ബീഡ്സും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വളച്ചിങ്ങനെ നടുവിലോട്ട് ഇങ്ങനെ വളച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു കമ്മലും ഇതേ സെയിം തന്നെ ഒരു ഹെയർ ബാൻഡും അതുപോലെ ഇതേ സെയിം ഒരു മാലയും കൂടി ചെയ്യുകയാണ് നമുക്ക് സെറ്റായിട്ട് തന്നെ നമുക്കത് സെയിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണേലും അത് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്മലും ആണേലും ഇതേ സെയിം തന്നെ മാലയും ഹെയർ ബാൻഡും ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളി ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ കൊണ്ട്. അപ്പോൾ ഈ ഒരു ബീഡ്സിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പേസർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിന് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. കണ്ടോ, ഈ ഒരു ചെറിയൊരു വലുപ്പമാകുമ്പോൾ നമ്മൾ അതിന് നടുവിലായിട്ട് ബീഡ്സിന്റെ നടുവിലായിട്ട് ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നല്ലൊരു കളർഫുൾ ആയിരിക്കും. പിള്ളേർക്ക് എല്ലാവർക്കും ആകർഷകമായ ഒരു മെറ്റീരിയൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പേസറും ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ് വരുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ബട്ടർഫ്ലൈ ചെയ്ത പോലെ തന്നെ
ഇതും ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുണ്ട്, ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട്. അപ്പൊ നമുക്ക് മറ്റു ബീഡ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഒരു സൈഡിലായിട്ട് വേണേലും ഇങ്ങനെ ഒരു സൈഡിലായിട്ട് വേണേലും ഇങ്ങനെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അത് ഒട്ടി ഫിക്സ് ആയിട്ടിരുന്നോളും. പിന്നെ ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ തന്നെ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നടുവിലായിട്ട് ഇങ്ങനെ ഫ്ലവർ 2-3 വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബീഡ്സ് ഹെയർ ബാൻഡ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ വളരെ നല്ല ഒരു ഫ്ലവർ ബീഡ്സ് ആണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ലെറ്റർ ബീഡ്സ് ആണ്. ലെറ്റർ ബീഡ്സ് കളർഫുൾ ആയിട്ടുള്ള എല്ലാം നല്ല പല കളർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കനുസരിച്ച് ഇതനുസരിച്ച് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒരു പേരെഴുതി കാണിക്കാന്ന്. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ തുടക്കക്കാരെ കൊണ്ടാണ് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഒരു പേര് നമുക്ക് ചെയ്യാം. ബീഡ്സ് ഒക്കെ തപ്പി പിടിച്ചെടുക്കാനും ജസ്റ്റ് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. തുടക്കക്കാരായ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്കിതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് പേര് നമ്മളിപ്പം നമ്മുടെ കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും പേര് സ്പെല്ലിങ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് ഈ പേര് വെച്ചിട്ട് നെയിം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ടീന എന്നും പറഞ്ഞ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പേര് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നല്ലൊരു ഹെയർ ബാൻഡ് ഇതിന്റെ ഇപ്പുറത്തോട്ട് നല്ല ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും ഈ ഒരു ബീഡ്സ് ഒക്കെ നമുക്ക് മിക്സ് ആയിട്ട് തന്നെ ഇട്ട് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു ലെറ്റർ ബീഡ്സ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ നെയിം ഒക്കെ എഴുതാം. നമ്മൾ എന്താണേലും നമുക്ക് ഇതുപോലെ നെയിം എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ബീഡ്സ് ആണ് പിന്നെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര അവർ പിന്നീട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലെറ്റേഴ്സ് കുറച്ച് കൂടുതൽ ഇടുകയെന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ ഈ ഒരു കിറ്റിൽ ഞാൻ ഈ ഒരു ലെറ്റർ മാത്രമായിട്ടുള്ള കുറച്ച് ബീഡ്സും കൂടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെറ്ററും കൂടെ കൂടുതലായിട്ട് വേണ്ടവർക്ക് ഈ ഒരു ബീഡ്സ് ഇതും ഉണ്ട് ഈ ഒരു കിറ്റിൽ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ലെറ്റർ മാത്രമായിട്ട് ഞാൻ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണേലും പ്രയോജനപ്പെടും. കാരണം നമുക്കെല്ലാം കൂടുതലും ലെറ്റർ ആണ് എല്ലാവർക്കും കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കിറ്റില് ലെറ്ററും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കിറ്റിൽ ഇത്ര ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 14 ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 വയർ ബോ ചെയ്യാൻ ആവശ്യമായ ബീഡ്സുകളും അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബും ഒക്കെ തുടക്കക്കാരായി നിങ്ങൾക്ക് ഈ ഒരു വയർ ബോ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ആരംഭിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു കിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ ഈ ഒരു കിറ്റിന്റെ വില എന്ന് പറയുന്നത് വെറും 335 രൂപ മാത്രമാണ്. ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഐറ്റംസ് ഒക്കെയും പർച്ചേസ് ചെയ്യാം. അത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും ആകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു
ബട്ടർഫ്ലൈയുടെ ബീഡ്സ് അല്ല വേണ്ട, വേറെ ഒരു ബീഡ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബീഡ്സിന് പകരം നിങ്ങൾക്ക് വേറൊരു ബീഡ്സ് ഈ ഒരു ബീഡ്സിന് പകരം വേറെ കളറോ അല്ലെങ്കിൽ വേറെ ബീഡ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഈ ഒരു കിറ്റിൽ നിന്നും നമുക്ക് മാറ്റി വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഉള്ള ബീഡ്സുകൾ ഈ ഒരു കിറ്റിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേറെ ബീഡ്സ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. അതും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതും ചെയ്യാൻ അറിയാത്തവരും കാണുമല്ലോ. അപ്പൊ അങ്ങനെ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് കാറ്റലോഗിൽ ഈ ഒരു കിറ്റ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു കിറ്റാണ് വേണ്ടതെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ തുടക്കക്കാരായ നിങ്ങൾക്ക് എന്താണെങ്കിലും ഉപകാരപ്പെടുന്നത്. നിങ്ങളെ വെറും 335 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കിറ്റ് ഇഷ്ടപ്പെടുവാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി അടുത്ത വീഡിയോയുടെ കിറ്റൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ഇടുന്നതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക. ഒത്തിരി പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും പിന്നീട് അറിയിക്കുക. ഒരുപാട് പേര് അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.